വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വെങ്ങാനല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഭക്തിയാദരം തുടക്കം കുറിച്ചു. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറിടത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട്, തച്ചു ശാസ്ത്ര ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മണിത്തറ മന സുരേഷ് നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഏതാണ്ട് നവംബർ മധ്യത്തോടു കൂടി തുടങ്ങി ബാലാലയ പ്രതിഷ്ഠ തുടങ്ങി ഏതാണ്ട് ഒരു 5 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ പുനഃപ്രതിഷ്ഠയുടെ ഈ ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ദേശവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തിലുപരി ചുറ്റുപാടുമുള്ളവരും പിന്നെ വനിതാ കൂട്ടായ്മയുടെയും ഒരു ഏകോപനം കൊണ്ടാണ് ഇത്രയും വേഗം ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിൽ വനിതാ കൂട്ടായ്മ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അവർ ഈവൻ കോൺക്രീറ്റ് വർക്കുകൾക്കാണെങ്കിലും ശരി, വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, അമ്പലത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം അവരുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു 30 ലക്ഷത്തോളം രൂപയുടെ ഒരു ബഡ്ജറ്റുമായിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ അതിനുള്ളൊരു ഫണ്ട് ഏതാണ്ട് എത്തിയിട്ടുണ്ട്. എന്നാലും എല്ലാവരുടെയും ദേശവാസികളുടെയും ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണം സാന്നിധ്യവും ഇനി തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേവി വിഗ്രഹം പുതിയ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ഭക്തിയാദരം നടന്നു. വൈകുന്നേരം 6:30 ദീപാരാധന, പഞ്ചാരിമേളം എന്നിവ ഉണ്ടായിരിക്കും. നമസ്കാരം. വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന് ശ്രീകോവിൽ എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകോവിലാണ്. അതിൻ്റെ ശോഷണം സംഭവിച്ചതിന് ശേഷം നമ്മളത് പുതുക്കി പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണെങ്കിൽ ശരിക്കും പ്രകൃതിദത്തമായ ദ്രവ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ശ്രീകോവിൽ ഉണ്ടാക്കിയത്. മരം കൊണ്ടാണ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറേ കാലത്തേക്ക് ഇത് എങ്ങനെ ഇത്രയും കാലം നിലനിന്നു അതിനേക്കാൾ കൂടുതൽ കാലം ഇത് നിലനിൽക്കണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സ്വകാര്യ അമ്പലമാണ്. വെള്ളിനേഴി മനയിലെ തമ്പുരാന്മാരോ ഊരാന്മാരായിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ദേവസ്വങ്ങളിലൊന്നും സപ്പോർട്ടില്ലാതെ ഇവിടുത്തെ ഈ ദേശവാസികളുടെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അത് വലിയൊരു സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മുടെ നാട്ടിൽ ഇറങ്ങി ഒരു നിർബന്ധിത പിരിവോ അല്ലെങ്കിൽ വേണമെന്നുള്ള കാര്യങ്ങളൊന്നും അതില്ലെങ്കിൽ നാട്ടുകാർ സ്വമേധയാ ഇതിൻ്റെ ആവശ്യം അറിഞ്ഞുകൊണ്ട് മുമ്പാക്കം വരികയും അവർ കൈ അയച്ച് സഹായിച്ചു. കൈ മാത്രമല്ല, ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അവർ അങ്ങനെ സഹായിച്ചു. പിന്നെ ഇവിടുത്തെ വനിതാ കൂട്ടായ്മ എടുത്തു പറയേണ്ടതാണ്. ഏതൊരു ക്ഷേത്രത്തിനും മാതൃകയാക്കാവുന്നൊരു കൂട്ടായ്മയാണ് നമ്മുടെ വനിതാ കൂട്ടായ്മ. അവരാണ് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലേക്ക് തോളോട് തോൾ ചേർന്നിട്ട് നമുക്ക് അമ്പലത്തിലെ ശുചീകരണമായാലും വിളക്കുകൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളായാലും ഈ ഇതിൽ സിവിൽ വർക്ക് വരെ അവർ കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പ്രസിഡന്റ് കോഴിക്കര ശ്രീകുമാർ, ട്രഷറർ പ്ലാഴി ബാബുരാജൻ, ക്ഷേത്ര വനിതാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സഹായ സഹകരണത്താലും ക്ഷേത്ര പുനരുദ്ധാരണം അതിവിപുലമായും ത്വരിതഗതിയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 9 പ്രതിഷ്ഠാ ദിനം വിപുലമായ പൂജകളോടെ ഉണ്ടായിരിക്കും. ചിരകാലമായിട്ട് ക്ഷേത്രം ഒരു ജീർണാവസ്ഥയിലായിരുന്നു. ഇത് ഇത്രയും വേഗം അത് നന്നാവണമെന്ന് എല്ലാവരും മനസ്സിൽ നെഞ്ചിലേറ്റിയ ഒരു കാര്യമായിരുന്നു. അതിന് വഴി തെളിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കമ്മിറ്റികളെല്ലാവരും വരും ഞങ്ങളെ വനിതാ സഹായക്കാരും ഞങ്ങൾ ഒരുമിച്ചത് എത്രയും വേഗം നടന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. വിചാരിച്ചതിലും കൂടുതൽ പ്രവൃത്തികൾ ഈ കമ്മിറ്റിയുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണം മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഭഗവാൻ ഞങ്ങളെ കർമ്മം ചെയ്യിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും കൂടുതൽ ഭംഗിയായി നടത്താൻ പുറത്തെ പണികളും ഉണ്ട്. അകത്തും ഇതുപോലെ ഉള്ള പ്രവൃത്തികൾ നടത്താണ്ട് പുറത്തുമുണ്ട്. അതിനെല്ലാം ഭഗവാൻ ഞങ്ങളെ ഒന്നായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.